കോൺഫിഡൻസ്? ആരാണ് കോൺഫിഡൻസ് വരുന്നത്? ആരാ ഒരു അറ്റത്ത് നിൽക്കാൻ ആളെ വെക്കാം? എന്താ പേര്? മീര. മറ്റേ മീര അല്ലേ? എന്നാ ഈ മീര വന്നോ? നമുക്കൊരു കോൺഫിഡൻസിന്റെ ഒരു ഇത്. ഓക്കെ, അപ്പൊ ഒരാൾ ക്ലയന്റ്. ആര് ക്ലയന്റ് ആവുക? അങ്ങനെയൊക്കെ നിങ്ങൾക്ക്. ഓക്കെ, നമ്മുടെ ഗ്രോസറി ആപ്പിന്റെ ഇത് റിക്വയർമെന്റ് കേട്ടതല്ലേ? അതിന് നമുക്കൊരു സൊല്യൂഷൻ സജസ്റ്റ് ചെയ്യും. ഓക്കെ, പുതിയ എന്താ സജഷൻ എന്ന് വെച്ചാൽ പുതിയൊരു കാര്യം പറയുവാണ്. അല്ല, അപ്പൊ പുള്ളി പറഞ്ഞില്ല പുള്ളിക്ക് ഇപ്പൊ തൃപ്പൂണിത്തുറയിൽ ഗ്രോസറി ആപ്പ് ഉണ്ടെന്ന്. അപ്പൊ അതൊരു അതായത് എന്താണ് ചെയ്യാൻ പറ്റാന്നുള്ള സൊല്യൂഷൻസ് റെക്കമെൻഡ് ചെയ്യും. രണ്ടുപേരും ചെയ്യാം കേട്ടോ. ആദ്യം യു ക്യാൻ ഡു ഇറ്റ് ടു ഹർ, then she no, first you are the first she is a client, after that you will be the client. As he said before, he has a grocery app and he needs some app for clients and for their admin side. So that's the understanding. Till now, that's the understanding. But do you need any further clarification on that, or do you have any enhancement to that app? So, ഇതിനകത്ത് ഇപ്പൊ ഇവരുടെ ഒരു കോൺവെർസേഷനിൽ ഓക്കെ, വാട്ട് ഡിഡ് യു ലൈക്ക്? വാട്ട് ഡിഡ് യു ലൈക്ക്? ഒന്നും ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ എന്ത് ടീമ്? കസ്റ്റമറുടെ കോൺഫിഡൻസ് അല്ലേ? ക്ലയന്റിന്റെ കോൺഫിഡൻസ്. ഓക്കെ, ക്ലയന്റ് ബേസിക്കലി മീരയ്ക്ക് ഒരു കോൺഫിഡൻറ്റ് ടോൺ ഉണ്ട്. So that is good. That is good in the sense that when you're even collecting requirements or you are asking questions, namakku confidence kanikkan there are multiple ways. One is when you are asking questions. So when you are asking the right questions, because ചില ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴാണ് കുറച്ചും കൂടെ ഡീപ്പായിട്ട് കസ്റ്റമർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടുള്ളൂ. ലൈക്ക് ഇപ്പോൾ റിക്വയർമെന്റ് ഗാദറിംഗ് നമുക്ക് ബേസ് ലെവലിൽ നിങ്ങൾക്ക് ടൈം ലൈൻ അതുപോലെ പ്രോജക്ട് എക്സിക്യൂഷൻ ഇതെല്ലാം ചോദിച്ചു പോകാം. പക്ഷെ കുറച്ചും കൂടെ ഡീപ്പായിട്ട് ചോദിച്ചാൽ മാത്രമേ, സോ ഫോർ എക്സാമ്പിൾ ഡിഫൈൻ എ പ്രീമിയം കസ്റ്റമർ, പ്രീമിയം മെമ്പർ. സോ ദാറ്റ് ഇസ് എ നെക്സ്റ്റ് ലെവൽ ക്വസ്റ്റ്യൻ. സോ അത് എന്ന് പറഞ്ഞാൽ അതിലേക്ക് വന്നതാണ്, റൈറ്റ്? സോ യു ആർ ആസ്കിങ് she used the word premium customer, so you can let that go if you want. Like അതിൽ നമ്മൾ പിൻ ഡൗൺ ചെയ്യാതെ അത് ചോദിക്കാതിരിക്കാൻ വേണമെങ്കിൽ എന്താണ് പ്രീമിയം കസ്റ്റമർ എന്നുള്ളത്. ബട്ട് ഇറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ടു പിക്ക് ഓൺ ദ ക്ലയൻറ്റ്. ക്ലയൻറ്റ് പറയുന്ന വേർഡ്സ് പിക്ക് ചെയ്തിട്ട് അതിൽ എന്താണ് ശരിക്കും ഉദ്ദേശിച്ചത് എന്നുള്ളത്, ദാറ്റ് ഈസ് ഓൾസോ വൺ വേ ഓഫ് ഷോക്കേസിങ് യുവർ കോൺഫിഡൻസ്. ദാറ്റ് ഈസ് വൺ തിങ്. സെക്കൻഡ് തിങ് ഇസ് ഫസ്റ്റ് തിങ് ഇസ് ആസ്കിങ് ക്വസ്റ്റ്യൻസ്. Second thing is recommending solutions. So when you're recommending solutions, how do you recommend? നമ്മൾ വെറുതെ requirement gather ചെയ്തിട്ട് you cannot recommend solutions. You have to say that, based on your requirements, based on the analysis we have done, based on the plan, here is what we propose. And to go one more level deeper, you can also say that this is the option 1, pros and cons of option 1. Option 2, pros and cons of option 2. And ഈ option 1 ന്റെ and based on this, I recommend option 1 to you. ഓക്കെ, സോ അതിന്റെ റീസണിങ് നിങ്ങൾ കൊടുക്കണം. അത് നിങ്ങൾ കൊടുക്കാനായിട്ട് അത്രയും കോൺഫിഡൻറ്റ് ആയിരിക്കണം അക്കോർഡിംഗ് ഫോർ ദെയർ റിക്വയർമെന്റ്സ്. അത് അങ്ങനെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ അങ്ങോട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ യു വിൽ ജസ്റ്റ് കീപ് ഗോയിങ് ഓൺ. ഇപ്പം നമ്മളിപ്പോൾ 3 കോൾ എടുത്തു, നമ്മളിപ്പോൾ ആദ്യത്തെ കോൾ എടുത്തു, അവിടെ രണ്ടാമത്തെ കോൾ, മൂന്നാമത്തെ കോൾ എടുത്തു, എന്നിട്ടും ഒരു സജഷൻ, ഒരു റെക്കമെൻഡേഷൻ ആയിട്ടില്ല. സോ റിക്വയർമെന്റ് ഗ്യാദറിംഗ് നന്നായിട്ട് ചോദിക്കുക, ആസ്കിങ് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ മാത്രമേ you will reach a level where you can suggest an option, okay, and why this option is viable. Okay, so that is confidence.